ഗൈസ്, ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം അച്ചാർ റെഡിയാക്കണം. ഇന്നലെ മുറിച്ച് വെച്ച അച്ചാറുണ്ടല്ലേ, ആ മുറിച്ച് വെച്ച അമ്പായങ്ങ അത് ഞാൻ അച്ചാറിടണം. അപ്പോൾ ഇപ്പോൾ അത് ചെയ്യണം. അപ്പോൾ അച്ഛനും മോൾ എന്തോ നാക്കുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് പോയി നോക്കാം. ഹായ് ഗൈസ്, എന്താക്കുന്നേ? എന്ത് മണി പറയാ, എനിക്ക് അച്ചാറാക്കണോ? നിങ്ങൾ രണ്ടാളും ഇവിടെ മാറിയ മാത്രം അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കട്ടെ ഞാൻ വീഡിയോ പിടിച്ചോണ്ട് വരുന്നുണ്ട്. എന്താക്കണം നോക്കട്ടെ. നോക്കാം ഞാൻ എന്താ വാടയണ്ണു. ഇല്ലല്ല, അത് മതി. രണ്ടാളും കൂടി എണ്ണ വെച്ചേക്കട്ടാ. എന്തൊക്കെ കൂട്ടി അതില്? മൈദ മാത്രം, കുറച്ച് ഉപ്പ്. മൈദ മാത്രം, റവ ഉണ്ടല്ലേ? എണ്ണയാണ് നല്ലത്. അത് അച്ചാർക്ക് നല്ല എണ്ണ. എന്നാ ഞാൻ ഒണ്ടലക ഇത് ചപ്പ് കൊടുത്തിട്ട് തിമരെ ചപ്പ് ഒണ്ടലക ഇതിന് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. മതിയല്ലോ ഇച്ചിരി, അത് കുറച്ച് കഴിഞ്ഞിട്ട് രാവിലെ ആക്കാലോ മോനി. ഇതിന് ചമ്മന്തി രാവിലെ ആക്കാം. റവയാ? ബ്രെഡ് വേണച്ച അതും കൂടി ഒന്ന്. പഴം പഴുത്തതാ? പഴുത്തതില്ലേ? ആ പച്ച അല്ലല്ലോ. ഓക്കെ എന്തെങ്കിലും ആക്കി. നമ്മളൊരു സ്പെഷ്യൽ കടി. പൊടി വേണം കുറച്ചുകൂടി. ബാളയണ്ണു ബജ്ജി, പക്ഷെ ഇത് സ്പെഷ്യൽ ബജ്ജി അല്ലേ? ഒന്നിച്ചിടണം. കളർ വന്ന് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. ലാസ്റ്റ് കരിഞ്ഞു പോകും. മതിയല്ലേ? ഒരു മെല്ലെ പാത്രം അങ്ങനെ നിങ്ങളുടെ അത് റവയെല്ലാം വിട്ടു വന്നാണ് പൊടിയാവൂല. ഇത് കറുമുറ് ബജ്ജി. ഇതിന്റെ പേരെന്ത് മോനി? പേര് നിങ്ങളെ ഇട്ടോളി, സ്വന്തം പേരാണ്. അത് ഫസ്റ്റ് ട്രൈ ആക്കി നോക്കിയതല്ലേ. ഇതാര ഐഡിയ തന്നത് ഇപ്പൊ ഇങ്ങനെ ആക്കാന്ന്? അച്ഛനാ ലൈറ്റ് ആയിട്ട് ഒരു ഐഡിയ കൊടുത്തത് മോൾക്ക്. എന്തായാലും ആക്കി നോക്കാൻ ആക്കി. ഓക്കെ അപ്പൊ ടേസ്റ്റ് നോക്കാൻ ഞാനും കൂടെ. എനിക്ക് എന്തടി എവിടെയാ നോക്കട്ടെ. ഉപ്പിട്ടിന് കുറച്ച്
നോക്കാം. ചൂടില്ല. ഇത് ഫസ്റ്റ് എടുത്തല്ലേ. എന്താ ഇതിൽ എന്ത് മൈദയും റവയാ? കുറച്ച് ഉപ്പ്. കുറച്ച് ഉപ്പ് കുട്ടിയാ. എപ്പടി ഞങ്ങളോ ചൂട് പഴംപൊരി പോലെ ഉണ്ടാ? ടേസ്റ്റ് കരുമുറി കരുമുറി കരുമുറുന്നുണ്ടാ? ഇത് നോക്കാം. ഇതൊരു നല്ല രസമുണ്ട് അല്ലേ? നല്ല ഇത് റവ ഇട്ടം കൊണ്ട് കരുമുറുമായിട്ട് നല്ലൊരു ഇതന്നെ നല്ല രസമുണ്ട്. കരുമുറുമായിട്ട് ബജ്ജി പഴംപൊരി പോലെ തന്നെ, പക്ഷെ ഇത് ടേസ്റ്റൊക്കെ തന്നെ. മേലെ മാത്രം കരുമുറു അല്ലേ? സൂപ്പറായിട്ടുണ്ട്. അപ്പം ഞാൻ അച്ചാറക്കട്ടെ എല്ലാം മാറ്റാ. അത് ഇന്ന് വിടണ നാളെ ഇടണം. നാളെ അപ്പോൾ ഗൈസ് ഉപ്പിലിട്ട് ഇത് അമ്പഴങ്ങ ഇങ്ങനെ ആയിരുന്നു. കുറച്ചും കൂടെ ആവണം എന്നല്ലേ. നാളെ ഇട്ടാലോ? ഇന്നക്ക് വേണ്ട. പിന്നെ ഞാൻ നല്ലോണം ഇളക്കിയിട്ട് വെക്കാം. ഓരോന്നും ഇതാ പിടിച്ചിട്ടേ ഇല്ല. ലേശം കൂടെ ഉപ്പിടാം. ലേശം കൂടെ ഉപ്പിട്ടിട്ട് ഞാൻ നേരത്തെ നോക്കി രസം ഉപ്പ് ഉണ്ടായിട്ടില്ല. അത് ഇന്നലെ ഇടുമ്പോഴേ നിങ്ങളും അത്ര മതിയാവും, ജാസ്തിയാവും പറഞ്ഞു. അപ്പോൾ ഇത് ഇരിക്കട്ടെ. നാളെ ആക്കാം അച്ചാർ. പിന്നെ വേണ്ട. ഇന്ന് നമുക്ക് ഈ കരുമുറ് തിന്നിട്ട് അല്ല മീൻ കറി ആക്കണമല്ലേ? ഞാൻ കറി വെക്കാം. ഇതെന്ത് തക്കാളി കാട്ടുന്നതാ? എന്തിനി തക്കാളി അങ്ങനെ ഇട്ടിട്ട് കറി വെക്കണം നേരം. ആ തക്കാളി ഇങ്ങനെ ഒന്ന് വാട്ടിയിട്ട് അരച്ചാലുണ്ടല്ലേ മീൻ കറിക്ക് നല്ല ടേസ്റ്റ്. അരപ്പും കൂടുതലായിട്ട് വാങ്ങുന്നു. അതിനിപ്പോൾ ഞാൻ അങ്ങനെ ആക്കാൻ പറഞ്ഞിട്ട് പിന്നെ ചൂടല്ലേ, കുറച്ച് തണുക്കട്ടെ. അപ്പം റെഡിയാക്കാം. അമ്മ കറിയാക്കണ ബിസി. അച്ഛനോട് പൊരി തിന്നോണ്ടിട്ട് ഇരുന്നിട്ടുണ്ട്. അതാ പുറത്ത് എന്താക്കണച്ചേ? അമ്മ എന്താക്കണം ആയാ നോക്കാം. മീൻകറി റെഡിയാ നോക്കാം. റെഡിയാണെങ്കിൽ ലൈറ്റായിട്ട് ഒരു പിടുത്തം പിടിക്കാം. ഓ റെഡിയായ പോലെ ഉണ്ടല്ലോ മീന്. യെസ്. ചാറൊക്കെ ഉപ്പ് നോക്കാം. കുറച്ചുണ്ട്. ഇല്ല കറക്റ്റ് ഉണ്ട്. അപ്പം മീൻ ഇട്ടോ. ഇത് അയില മീനല്ല, അയില ചമ്പാനില്ല, അയിലക്കുട്ടി. അയിലക്കുട്ടി അതന്നെ. ഇത് തക്കാളീനെ ഞാൻ വാട്ടിയിട്ട് അരച്ച് അങ്ങനെ ആക്കിയത്. പിന്നെ എന്താ മാമൂല് കറി ആക്കിയത് അങ്ങനെ അറിയാം. ഓക്കെ. അപ്പം അത് വേവിട്ടല്ലേ? അപ്പോൾ മീൻ വേവട്ടെ. അങ്ങനെ ഞങ്ങളുടെ മീൻ കറിയായി. ചോറ് വിളമ്പി തിന്നാ. നമുക്ക് ചോറ് മീനിൻ്റെ ഇതിങ്ങനെ ഇവിടെ പൊട്ടുമല്ലേ ബാലിൻ്റെ കൂടെ. മീൻ വെന്തു. മീൻ കറിയായി. നമുക്കിത് ചോറ് വയ്ക്കാം. അപ്പോൾ അങ്ങനെ അച്ഛനക്ക് ചോറ് കൊടുക്കാം. തിന്നോളും. നോക്കിക്കോളാം. അടിപൊളിയായിട്ടുണ്ട്. വേണ്ട. അപ്പോൾ ഗായ്സ് ഞങ്ങൾ ചോറെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മീൻ കറിയെല്ലാം ആക്കിയിട്ടുണ്ടായി. ഞാനും അച്ഛനും ഇന്ന് വെറൈറ്റി ആയിട്ട് എന്ത് പഴത്തിൽ
സ്പെഷ്യൽ പഴംപൊരി. അത് നിങ്ങളൊന്ന് പുതിയ പേരിട്ടോളി. പിന്നെ ഞാൻ അച്ചാറാക്കാന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ അത് എല്ലാം നല്ല ഉപ്പ് എല്ലാത്തിലും പിടിച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് നല്ലോണം ഉപ്പ് പിടിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് നാളെ അതുകൊണ്ട് ഇന്ന് വേണ്ട, നാളെ അതിന് അച്ചാറാക്കാം. ഇന്ന് അച്ചാറാക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് എന്ത് പറയുക, ഇവരുടെ ഒരു ചെറിയൊരു കടിയുണ്ടായി. മീൻകരലാക്കി ചോറെല്ലാം വേവിച്ചു. ഇങ്ങനെ ഇരിക്കുക. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇന്നത്തെ സ്പെഷ്യലായിട്ട് അതിൻ്റെ ഉള്ളു, വേറെ ഒന്നും ഇല്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ. നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം.